എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഈ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നത് സംബന്ധിച്ച ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സ്ത്രീ സുരക്ഷാ സ്കീമിലേക്ക് അപേക്ഷിക്കാനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ksmart.lsgkerala.gov.in എന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ സൈറ്റ് അഡ്രസ് കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ നമുക്ക് രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും 2 ലിങ്കുകൾ കാണാം. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്ററിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് മലയാളമോ ഇംഗ്ലീഷോ ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമുക്കിവിടെ ആധാർ നമ്പർ കൊടുത്ത് അതിൻ്റെ OTP ഒക്കെ ഗെറ്റ് OTP കൊടുത്ത് അതുവഴി രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും സൗകര്യപ്രദം. അതല്ലെങ്കിൽ നമുക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, ലെറ്റർ ID തുടങ്ങിയ ഉപയോഗിച്ചും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെ സംബന്ധിച്ച വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ കുറച്ച് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അപേക്ഷയും അയക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. സംശയമുള്ളവർ ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയിൽ വിളിച്ച് ചോദിച്ച ശേഷം അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെയും അപേക്ഷ അയക്കാമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടുന്നത് അതാത് ലോക്കൽ ബോഡിയാണ്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ലോഗിനിൽ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് സിറ്റിസൺ ലോഗിൻ എന്ന് കാണാം. അതുവഴി പ്രവേശിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ ഇമെയിൽ IDയും കൊടുക്കാം. അതിനുശേഷം സെൻഡ് OTPയിൽ പ്രസ് ചെയ്താൽ അത് ആ മൊബൈലിലേക്ക് OTP വരികയും OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി അനൗൺസ് ചെയ്തതിന് ശേഷം ഈ KSmart ലോഗിൻ ചെയ്യുന്നതൊക്കെ വളരെ ശ്രമകരമാണ്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലേ നമുക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ലോഗിൻ ചെയ്താൽ മൈ ആപ്ലിക്കേഷനാണ് ആദ്യം കാണുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത അപേക്ഷകളായിരിക്കും ആദ്യം കാണിക്കുക. നമുക്ക് പുതിയതായിട്ടൊരു അപേക്ഷ കൊടുക്കുവാനായിട്ട് തൊട്ടടുത്ത് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ന്യൂ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്താൽ ഇടത് സൈഡിൽ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് കാണാം. അവിടെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് സ്ത്രീ സുരക്ഷാ സ്കീമിനോട് ചേർന്നൊരു പ്ലസ് ചിഹ്നം കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളിടത്ത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് ഇതിലേതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ്, ഇപ്പം ഗ്രാമപഞ്ചായത്താണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നാണ് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതിനുശേഷം വാർഡ് നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. മുനിസിപ്പാലിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് കൊടുക്കണം. അതുപോലെ വാർഡ് നമ്പറുകൾ പല ഗ്രാമപഞ്ചായത്തിലും ഓർഡറിലല്ല വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പഴയ വാർഡ് നമ്പറായിരിക്കും ഉണ്ടാവുക. അത് കൊടുത്താലും പ്രശ്നമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സംശയമുള്ളവർക്ക് ലോക്കൽ ബോഡിയിൽ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊടുക്കാവുന്നതാണ്. പക്ഷേ വാർഡിൻ്റെ പേര് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അതിന് അടുത്തായിട്ട് കൊടുക്കേണ്ടുന്നത് ആധാർ വെരിഫിക്കേഷനാണ്. ഡെമോഗ്രാഫിക് ഓതൻറ്റിക്കേഷൻ നടത്തേണ്ടതുകൊണ്ട് ഇവിടെ അപേക്ഷകയുടെ ആധാർ നമ്പർ 12 ഡിജിറ്റുള്ള ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ആ ആധാറിലെ പേര്, ആധാർ കാർഡിൽ കാണുന്ന പേര് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ നമ്മൾ ആധാർ നമ്പരും അപേക്ഷയുടെ പേരും ആധാറിലുള്ള പേരും ഒക്കെ കൊടുത്ത് വാലിഡേറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എലിജിബിളായിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആധാർ നമ്പരും പേരും കൊടുത്തതിന് ശേഷം വാലിഡേറ്റിൽ പ്രസ് ചെയ്താൽ ഒരു പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ I അഗ്രിയിൽ പ്രസ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും. ചിലപ്പോൾ ഫെയിലുവർ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ആധാർ വെരിഫൈഡ് എന്ന് കാണിക്കുകയും തൊട്ട് താഴെയായിട്ട് റേഷൻ കാർഡ് നമ്പർ, ഈ അംഗം ഉൾപ്പെട്ട റേഷൻ കാർഡിൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വരുന്നതും നമുക്ക് കാണാം.
അതിനും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപേക്ഷകയുടെ പേരും വയസ്സും റിലേഷൻ ഇവിടെ ഉടമയെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഉടമയല്ലെങ്കിൽ ആ ഉടമയായിട്ടുള്ള റിലേഷൻ അവിടെ കാണിക്കുന്നതും മന്ത്ലി ഇൻകം മാസവരുമാനം കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് തൊഴിൽ രഹിത എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൊഴിൽ കൊടുക്കേണ്ടതുകൊണ്ട് ഇതനുസരിച്ചായിരിക്കണം നമ്മൾ തൊഴിൽ കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം അവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ജെൻഡർ കാണിക്കുന്നതും അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ പേര് ഇംഗ്ലീഷിലും വലത് സൈഡിൽ മലയാളത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ ആക്കി കൊടുക്കണം. അതിനുശേഷം കെയർ ഓഫ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ടർ ഓഫ് എന്നും വൈഫ് ഓഫ് എന്നും കാണാം. വിവാഹിതയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൈഫ് ഓഫ് തിരഞ്ഞെടുത്തതിന് ശേഷം ഹസ്ബൻഡിൻ്റെ പേര് കൊടുക്കണം. അവിവാഹിതയെങ്കിൽ ഡോട്ടർ ഓഫ് എന്ന് കൊടുത്തതിന് ശേഷം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേര് കൊടുക്കാം. ഇവിടെ ഇംഗ്ലീഷിൽ പേര് കൊടുത്തതിന് ശേഷം അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അതിന് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് കാണിക്കുകയും അവിടെ നമ്മൾ പ്രവേശിച്ച് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അത് കോപ്പി ചെയ്ത് നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതിയാകുന്നതാണ്. തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൗസ് നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള വീട്ട് നമ്പർ കൊടുക്കണം. അതിനുശേഷം വീട്ടുപേരും കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്നതുപോലെ മലയാളത്തിലും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്ലേസും ലോക്കൽ പ്ലേസും ഒക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ വന്ന് പിൻകോഡ് കറക്റ്റായിട്ട് കൊടുക്കണം. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പിൻകോഡ് കറക്റ്റായിട്ട് ഫെച്ച് ചെയ്ത് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ റെഡ് ആയിട്ട് കാണിച്ചിരിക്കും. പിൻകോഡ് ഈസ് നോട്ട് അണ്ടർ ദ സെലക്റ്റഡ് ലോക്കൽ ബോഡി എന്ന് കാണിക്കുകയാണ്. റോങ് ആയിട്ട് കാണിക്കുകയാണ്. ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മൊബൈൽ നമ്പരും കൊടുക്കണം. തുടർന്ന് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ എനിക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പിൻ നമ്പർ കറക്റ്റ് ആകാത്തുണ്ട്. അതുകൊണ്ട് പക്ഷേ ഞാൻ അടുത്ത പ്രോസസ്സുകൾ നിങ്ങളെ കാണിക്കാം. തുടർന്ന് നമുക്ക് നൽകേണ്ടുന്നത് ജോബ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ്, ഹോം മേക്കർ, ജോബ് സീക്കർ, എംപ്ലോയിഡ് അങ്ങനെ വിവിധ കാറ്റഗറികളുണ്ട്. പക്ഷേ എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാനിവിടെ ഹോം മേക്കർ കൊടുക്കുകയാണ്. നേരത്തെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കാണിച്ചപ്പോൾ അതിൽ തൊഴിൽ സ്റ്റാറ്റസ് കാണിച്ചിരുന്നു. അതിനാനുപാതികമായിട്ടുള്ള ജോലി തന്നെ ഇവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. തുടർന്ന് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബ്രാഞ്ചും IFSC കോഡും കൊടുക്കണം. തുടർന്ന് അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കണം. എൻ്റർ ചെയ്ത് ഒന്നുകൂടി കൊടുക്കുകയും വേണം. ഈ അക്കൗണ്ടിലേക്കാണ് നമുക്ക് പ്രതിമാസമുള്ള 1000 രൂപ വരുന്നത്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ആദ്യത്തേത് ഏജ് പ്രൂഫാണ്. ഏജ് തെളിയിക്കുന്ന വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖയാണ്. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഏജ് സർട്ടിഫിക്കറ്റ് ഫ്രം അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റാണത്. കൂടാതെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്രയും രേഖകളാണുള്ളത്. വയസ്സ് 35-നും 60-നും ഇടയിലായിരിക്കണം. മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് സേവന പെൻഷൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. അടുത്തത് ഫോട്ടോയാണ്. 2 MB താഴെയുള്ള ഫയൽ സൈസുകളാണ് രണ്ടിനും ഉപയോഗിക്കേണ്ടുന്നത്. JPG ഫോർമാറ്റിലുള്ള അപേക്ഷകയുടെ ഫോട്ടോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ PDF ഫോർമാറ്റിലുള്ള വയസ്സ് തെളിയിക്കുന്നതിനുള്ള പ്രൂഫും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നവിടെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. അടുത്തത് എലിജിബിലിറ്റി പേജാണ്. ഇവിടെ എ പേഴ്സൺ റിസീവിങ് എ സർവീസ് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ലഭിക്കില്ല. നോയാണ് കൊടുക്കേണ്ടുന്നത്. എ പേഴ്സൺ റിസീവിങ് എനി EPF പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നാണ് നോയാണ് കൊടുക്കേണ്ടുന്നത്. എസ് കൊടുത്താൽ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകത്തില്ല. എ പേഴ്സൺ റിസീവിങ് എ ഡിപ്പെൻഡൻറ്റ് പെൻഷൻ, അതായത് ഫാമിലി പെൻഷൻ, സർവീസ് പെൻഷനറുടെ ഫാമിലി പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ എന്നാണ് നോയാണ് കൊടുക്കേണ്ടുന്നത്. എ പേഴ്സൺ റിസീവിങ് എ പെൻഷൻ അണ്ടർ NPS, നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ കീഴിൽ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ എന്നാണ് നോയാണ് അതും കൊടുക്കേണ്ടുന്നത്. അടുത്തത് കേരള സ്റ്റേറ്റിലെ പെർമനൻ്റ് റെസിഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. സ്ഥിരതാമസക്കാരനായിരിക്കണം. യെസ് ആണ് കൊടുക്കേണ്ടുന്നത്. അടുത്തത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ യൂണിവേഴ്സിറ്റി ബോർഡിന് കീഴിലോ പാർട്ട് ടൈമായിട്ടോ കോൺട്രാക്ട് ബേസിലോ പെർമനൻ്റ് ആയിട്ടോ ഡെയിലി വേജസിലോ ജോലി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോയാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെയൊക്കെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്.
അങ്ങനെ എലിജിബിലിറ്റി കണ്ടീഷൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയായ രീതിയിൽ കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ സബ്മിറ്റ് കോളം എനേബിളായി വന്നിട്ടില്ല, കാരണം പിൻകോഡ് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ്. ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടുന്നത്. ഇവിടെ ഇങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും എന്നതല്ലാതെ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേജൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈലിലേക്ക് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും ആപ്ലിക്കേഷൻ നമ്പരും ആ മെസ്സേജിൽ ഉണ്ടാകും. പക്ഷേ പ്രിൻ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ തൽക്കാലം ലഭിക്കുന്നില്ല. താമസിയാതെ അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് കരുതാം. ഈ വിവരങ്ങളൊക്കെ K-SMART അറിയിച്ചിട്ടുണ്ട്. കഴിവതും സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ മൈ ആപ്ലിക്കേഷനിലും ഈ ആപ്ലിക്കേഷൻ കാണാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവർ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാനും SMS ആയി വന്ന ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ചു വയ്ക്കാനും ഒക്കെയാണ്. മൈ ആപ്ലിക്കേഷനിൽ കാണിക്കാത്തത് കൊണ്ട് ഇത് റിട്ടേൺ വന്നാൽ എന്ത് ചെയ്യും എന്ന് K-SMART ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനുള്ള നടപടിക്രമങ്ങൾ ആയി വരുന്നതേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് SMS ആയി ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ വയ്ക്കാനും മറക്കാതിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്രൂവ് ആയാൽ ആ വിവരവും SMS ആയി ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷിച്ചതിന് ശേഷം പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.